ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലൊക്കേഷനിൽ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി, പക്ഷേ ഭയങ്കര വെയിലാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വേറൊരു ലൊക്കേഷൻ റോഡിൽ ഒരു സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഫോർച്യൂണർ ഉണ്ടോ ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കണം. ആൻഡ് ഇത് ഇന്ത്യയിലെ നമ്പർ 1 ഇന്ത്യയിലെ ഫസ്റ്റ് എർട്ടിഗയാണ്. ഇതിൻ്റെ എക്സോസ്റ്റ് സൈഡിലാണ്. അങ്ങനെ കുറേ വിശേഷങ്ങൾ ഈ വണ്ടിക്കുണ്ട്. സൈഡ് നോക്ക്, കണ്ടത് ബ്ലാക്ക് എർട്ടിഗ അല്ലെങ്കിൽ ഭയങ്കര രസം. ഒന്നാമതേ നല്ല വണ്ടിയാണ്, ഭയങ്കര ഒന്നാമത് നല്ല പവറുള്ള വണ്ടിയാണ്. 1.5 നൈസ്. പൊട്ടിച്ചവർക്ക് അയ്യോ പോട്ടെ, നമുക്ക് ആ റോഡിലിട്ട് ഷൂട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നല്ലൊരു ലൊക്കേഷൻ കിട്ടിയപ്പോൾ നമ്മൾ ഇവിടെ എർട്ടിഗയും ഫോർച്യൂണറും നമ്മുടെ ഹാരിയറും ബാക്കിയുള്ള വണ്ടികളെല്ലാം അവിടെ ഇങ്ങനെ ചുമ്മാ സെറ്റ് ചെയ്തിട്ടുണ്ട് റോഡിൻ്റെ സൈഡിൽ. നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അതിന് മുമ്പ് ഈ വണ്ടിയുടെ ഓണേഴ്സിനെ പരിചയപ്പെടാം. ഹേ ഗൈസ്, ഹലോ, ഹായ്. എല്ലാവരും മലപ്പുറം ആണല്ലോ അല്ലേ? അപ്പോൾ ഹാഷർ എവിടെ ഹായ്, നൈസ് ടു മീറ്റ് യു. ഇവരാണ് ഇവരൊക്കെ കണക്ട് ചെയ്ത് തന്നത്. ആൻഡ് നമ്മുടെ കയ്യിൽ ഇപ്പം എർട്ടിഗ ആൻഡ് ഫോർച്യൂണർ ഉണ്ട്. അതെ, ഇഷ്ടംപോലെ വണ്ടികൾ വരുവാന്ന്. ഞാൻ ഇനിയും വരും. നമ്മൾ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാൻ വേണ്ടി നല്ല നല്ല വണ്ടികളുടെ വീഡിയോസ് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. കാരണം ഇഷ്ടംപോലെ അല്ല, പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ നടക്കത്തില്ല. എല്ലാവരും അതുകൊണ്ട് ചെറിയ പോകുന്നു. വായങ്ങോട്ട് എല്ലാവരും പരിചയപ്പെടുത്ത്. പേര് പറയൂ. അർഷാദ്. ഓക്കെ. ഷംസു. ഓക്കെ. റംഷീദ്. ഇഷാം. ജബിൻ. അല്ല, ഇവരെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് വെള്ള ബൊലേറോ വരുന്നോണ്ടെന്നായിരിക്കും. അപ്പോൾ സൈലന്റ് ആയിട്ട് വന്നിട്ട് പൊക്കിക്കൊണ്ട് പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, നമുക്ക് എർട്ടിഗയുടെ വിശേഷങ്ങൾ വരാം. എർട്ടിഗയുടെ ഓണർ ആരാണ്? ഓക്കെ, അങ്ങോട്ട് നിന്നോളൂ. എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് പറയൂ. ബാങ്കർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഫ്ലെയിം കിറ്റ് ചെയ്തിട്ടുണ്ട്, 1 ആണ്. പിന്നെ നമ്മള് എക്സ്ട്രാ ചെയ്തിട്ടുള്ളത് ബോണറ്റ് കാർബൺ ഫൈബർ, പിന്നെ ഫുള്ള് ക്രോമില് ഫുള്ള് ഡീക്രോം ചെയ്ത് ബ്ലാക്ക് ഔട്ട് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഫോഗ് ലൈറ്റ് ട്രൈ കളറാണ്, പ്രൊജക്ടർ ആഡ് ആക്കിയാണ്, പിന്നെ ഹെഡ്ലൈറ്റ് ട്രൈ കളർ ചെയ്താണ്. പിന്നെ ഇന്റീരിയറിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. പിന്നെ ഗോഡ് ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ആക്സിലറേഷൻ്റെ ഇത് കുറച്ചും കൂടി അഗ്രസീവ് ആക്കാൻ വേണ്ടിയിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ BMC എയർ ഫിൽറ്റർ ഡയ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ ഹുഡ് കാർബൺ ഫൈബർ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. ആൻഡ് ലൈറ്റിലോട്ട് വരുമ്പോൾ ഇത് RGB ആണോ? ഇപ്പം ഡിസ്കൗണ്ട് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഇവിടെ RGB ആണ്. ആൻഡ് ഇവിടെ ഫോഗും ആൻഡ് ഇവിടെയും യെല്ലോ കളറാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ മറ്റേ ആ സംഭവം ഉണ്ടല്ലേ, ഐ പോലെ. ഐ പോലെ ഉണ്ട്. ഐ പോലല്ല, ഇത് ഇവിടെ നോർമലാ വരില്ലേ, നമ്മള് പ്രൊജക്ടർ കേട്ടതാണ്. അതും ട്രൈ കളറാണ്. ഓക്കെ. ആൻഡ് ക്രോം എലമെന്റ്സ് ഒരു തരി പോലും കാണാനില്ല. ഫുൾ ഡീക്രോ ചെയ്ത് സെറ്റ് വെച്ചിട്ടുണ്ട്. ആൻഡ് ബമ്പർ ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ബമ്പർ മാറ്റിയിട്ടുണ്ടോ? കമ്പനി സ്കേർട്ട് ആഡ് ആക്കിയാണ്. കമ്പനി സ്കേർട്ട് തന്നെ ആഡ് ചെയ്ത് വെച്ചേക്കാണ്. ആൻഡ് ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ആൻഡ് സൈഡിലോട്ട് വരുന്ന സമയത്ത് എത്ര ഇഞ്ചിന്റെ ടയർ കിടക്കുന്നത്? 15, 45, 17. ഓക്കെ. ഈ പ്ലാറ്റി അലോയ് എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ സൈഡിൽ ഇവിടെയാണ് ഇതിൻ്റെ എക്സോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദിശയെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പ്രത്യേകതകൾ പറയൂ. പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ആദ്യം ബാക്കിലായിരുന്നു, പിന്നെ നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി സൈഡിൽ ചെയ്ത് നോക്കിയതാണ്. വേറെ വണ്ടിക്കൊന്നും എർട്ടിഗ കാണുന്നത് 1 ആണ്. അങ്ങനെ സൈഡിലേക്ക് ആക്കിയതാണ്. ചെയ്തപ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആൻഡ് എന്തൊക്കെ ദോഷങ്ങൾ? ബെനിഫിറ്റ്സ് എന്താ വെച്ചാൽ പൈപ്പിംഗ് കുറഞ്ഞുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഇത് കിട്ടുന്നുണ്ട്. അതായത് കുറച്ച് പുള്ളിങ് കൊണ്ട് കിട്ടുന്നുണ്ട്. പിന്നെന്താ, പിന്നെ നമ്മള് ബാങ്കർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇതായിട്ടുള്ള കുറച്ച് ഇതിന് സൗണ്ട് ലൗഡാണ്. പിന്നെ വാൾവ്ട്രോണിക് ആണ്, വാൾവ് ഉണ്ട്. പിന്നെ ഇത് ആദ്യം ചെയ്തിരുന്നത് വേറെ മോഡലായിരുന്നു, മേലക്ക് ആയിട്ടായിരുന്നു ബെൻഡ് ചെയ്തിട്ട്. അത് മാറ്റിയിട്ട് പിന്നെ താഴോട്ടാക്കിയത്. അപ്പൊ അത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള സ്ഥലത്തോട് ഇറങ്ങുമ്പോൾ തട്ടുന്നുണ്ടോ? ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം പ്രശ്നമാണ്. കാരണം ടയർ കയറുന്നതിന് മുമ്പ് അത് തട്ടുന്ന ഒരു പ്രശ്നം വരത്തില്ല. കണ്ടോ, ഇവിടെ ഈ ഒരു പൊസിഷനിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് നമുക്ക് ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് ബാക്ക് സൈഡിൽ ചെയ്തിരിക്കുന്നത്? ഫുൾ ഡീക്രോം സംഭവങ്ങളുടെ ക്രോം ഒരു പീസ് ഉണ്ടായിരുന്നു, അത് ഫുൾ ഡീക്രോം ചെയ്തു. ആൻഡ് ടീൻ്റെ ഒട്ടിച്ചു. ആൻഡ് ബമ്പർ ആണെങ്കിലോ, ബാക്കിൽ എങ്ങനെ ബമ്പർ കമ്പനി സ്കേർട്ട്, സ്റ്റോക്ക് സ്കേർട്ട് കയറ്റിയതാണ്. അതുപോലെ ഇവിടെ റിഫ്ലക്ടർ ഉണ്ടായിരുന്നു, അത് നമ്മള് LED ലൈറ്റ് ആക്കിയതാണ്. ഓക്കെ. പിന്നെ നമ്മള് ഇത് ടെയിൽ ലൈറ്റ് നാലൊരു പീസ് വരുന്നത് ബ്ലാക്ക് സ്റ്റിക്കർ ചെയ്താണ്. പിന്നെ മുകളിലോട്ട് ഉണ്ടായിരുന്നു ബേസിക്കലി. അപ്പൊ ആ റെഡ് ലൈറ്റ് ഇല്ല ഇപ്പം? അല്ലല്ല, അവിടെ ലൈറ്റ് വരുന്നില്ല, റിഫ്ലക്ഷൻ ആയിരുന്നു. ഇത്രയൊക്കെ. പിന്നെ ഇതാണ് ഇന്റീരിയർ. എന്തൊക്കെയാണ് ചെയ്തത്? ഇന്റീരിയർ കയറും. നമുക്ക് ഇതിന്റെ ഇന്റീരിയർ കയറാം. ഇന്റീരിയർ
ഇൻറ്റീരിയറിൽ കയറുന്ന സമയത്ത് നമുക്ക് ബാക്കി ബീജും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ വുഡൻ പാനലിന് പകരം ഫോർജ്ഡ് കാർബൺ ഐറ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈസ്. വേറെ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ ഇപ്പം ചെയ്തിട്ടുള്ളത് ഞാൻ ഗ്ലാസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചം കിട്ടത്തില്ലായിരിക്കും. ഓക്കെ. ഇതിലിപ്പോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതാ ആംബിയലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്രൈ കളർ ആംബിയലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് ഇവിടെ വുഡൻ ഫിനിഷ് ആണ് വരല്. ഫോർജ്ഡ് കാർബണില് സ്റ്റിക്കർ ചെയ്താണ്. സ്റ്റാറിങ്ങും ഇതെല്ലാം. പിന്നെ ഗിയർ നോബ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. സീറ്റ് കവർ ചേഞ്ച് ചെയ്തു. പിന്നെ ഇവിടെ അൽക്കന്താറിന്റെ ഈ സോഫ്റ്റ് അത് കൊള്ളാം അല്ലേ? എന്താ മോളി ചെയ്യാൻ റൂഫ് പ്ലാൻ ചെയ്യാന് അടുത്ത മാസം വണ്ടി ചെയ്യണല്ലേ? വേറെ കുറച്ച് പ്ലാനുകൾ ഉണ്ട്. അപ്പൊ ഈ സ്വിച്ച് ഒക്കെ എന്തിന്റെ? ഈ സ്വിച്ച് ഇത് ബാങ്കറിന്റെതും ഇത് ഫ്ലെയിമിന്റെതും. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഗോഡ് ബൂസ്റ്റർ. അതായത് ആക്സിലേറ്ററിന്റെ ടോട്ടൽ കൂട്ടാനുള്ളൂ. ഇതില് ഡ്രാഗ് വരുന്നുണ്ട്, പറഞ്ഞ മോഡ് വരുന്നുണ്ട്, വാലറ്റ്. അതായത് ആക്സിലേറ്ററിന്റെ കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുമ്പോ അഗ്രസീവ് ആവാം. ഇതൊക്കെ എത്ര ചെയ്തിട്ടുള്ളൂ. ബാക്കി അപ്ഡേഷൻ നെക്സ്റ്റ് മന്ത് പ്ലാനിങ് ഉണ്ട്. ഇതൊക്കെയാണ് ഇന്റീരിയർ സൈഡിലുള്ള വിശേഷങ്ങൾ. നമുക്ക് ഫോർച്യൂണറിലേക്ക് ഇറങ്ങാം ഗൈസ്. ഓടിയോ. ഇത് ടൈപ്പ് 2 ഫോർച്യൂണർ ആൻഡ് ബ്ലൂ കളറാണ്. ആൻഡ് കുറേ അധികം മോഡ്സ്. എം എൽ എ വരുന്നു, സൈഡ് കൊടുക്കണം. ഓക്കെ, ഫോർച്യൂണറിന്റെ വിശേഷങ്ങൾ പറയൂ. ഓണർ അല്ല, പറഞ്ഞു ഫോർച്യൂണറിന്റെ വിശേഷങ്ങൾ കേൾക്കട്ടെ. വണ്ടി മാത്രമേ ഉള്ളൂ ഗൈസ്, ഇൻട്രോവേർട്ടുകളാന്ന് തോന്നുന്നു. പറയൂ, ആരാണ് സംസാരിക്കുന്നത്? പറയൂ. നമ്മൾ ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഫോഗ് ചെയ്തിട്ടുണ്ട്, പിന്നെ മാക്സ് ഔട്ടിന്റെ സ്റ്റേജ് 1+ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ പറ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഗ്രില്ല് മാറ്റിയിട്ടുണ്ടോ? ബമ്പർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഗ്രില്ല് മാത്രം മാറ്റിയിട്ടുണ്ട്. ഗ്രില്ല് എന്ത് ഗ്രില്ലാണ് വെച്ചത്? TRD. ഓക്കെ, അതിനകത്ത് കിറ്റിനകത്ത് വരുന്ന ഗ്രില്ല് വിത്ത് യെല്ലോ മറ്റേ ഡോട്ട് ലൈറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ആൻഡ് ഇവിടെ നമുക്ക് ലൈറ്റും കസ്റ്റം ചെയ്തിട്ടുണ്ടല്ലോ. കസ്റ്റം എന്തൊക്കെ ചെയ്തേക്കുന്നത്? മൊത്തം യൂണിറ്റ് ആയിട്ട് വരുന്നത്. ബൾബ് യെല്ലോ ആക്കി, ഇവിടെ യെല്ലോ ആക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ മഞ്ഞുള്ളതുകൊണ്ടാണ്, ലുക്കിന് വേണ്ടിയാണ്. രണ്ടും പർപ്പസ്. ഓക്കെ, ട്രൈ കളർ. ഇത് ബൾബ് ട്രൈ കളറാണ്. ഇത് ഓൾറെഡി പ്രൊജക്ട് ട്രൈ കളർ വരുന്നതാണ്. ഓക്കെ. വീൽസ് 18 ഇഞ്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. യെസ്, വീലാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ വീല് ഇങ്ങനെ ഇറിച്ച് നിൽക്കുന്നുണ്ട്. 18 എത്ര ഇഞ്ച്? 18 ഇഞ്ചിന്റെ ഏത് പ്രൊഫൈൽ വരുന്നത്? 265 പ്രൊഫൈൽ വരുന്ന സാധനമാണ്. നല്ല ഇറിച്ച് നിൽക്കുന്നുണ്ട്. ആൻഡ് ബോഡിയിൽ അത്യാവശ്യം പെട്ടെന്ന് നോക്കുവാണെങ്കിൽ പുറത്തൊന്നും, പക്ഷെ ഓക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ആൻഡ് ഇവിടെ ഈ ലൈറ്റിന് പറയുന്നത് വരുന്നത്. ഓക്കെ, ഇത് വർക്കിംഗ് ആണ്. അതിൻ്റെ ഓക്കെ, മുകളിലും ബാർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് 2 ബാർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻറ്റീരിയറിലോട്ട് വരുന്ന സമയത്ത് ഇന്ത്യൻ സൈഡിൽ ഇതുപോലൊരു ഫോർച്യൂണർ കൊണ്ടിരിക്കുന്ന ഗൈസ്. അതിൻ്റെ മിനിയേച്ചർ സാധനം ഇരിപ്പുണ്ട്. ആൻഡ് സ്റ്റോക്ക് സീറ്റും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റിയറിംഗ് നോക്കുന്ന സമയത്ത് എന്തൊക്കെ ആയിട്ടുണ്ട്? ഓക്കെ, സ്റ്റിച്ചും. ഓക്കെ, ബാക്കി ഇവിടെ അൽക്കന്താര ഉണ്ടല്ലേ? ആൻഡ് ഇവിടെ അൽക്കന്താര സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്റീരിയറിൽ. ആൻഡ് സൈഡിലോട്ട് വരുന്ന സമയത്ത് ചെറിയൊരു ഗ്രാഫിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പർ സൈഡിലാണ് മെയിൻ ഗ്രാഫിക്സ് വരുന്നത്. വാ നോക്കാം. ജോക്കർ സ്ക്രൂ ആണ്. എന്ത് ഗമ്മോ? സിലിക്കോൺ. ഓക്കെ. കണ്ടാ ജോക്കർ നോക്കിയിരിക്കുന്നു. ഹായ് ജോക്കർ. എന്തോ ഇവിടെ ഉണ്ടല്ലേ? എനിക്കിപ്പോ നല്ലപോലെ കാണത്തില്ലായിരിക്കും. ഇരുട്ടത്ത് നല്ല രസമായിരിക്കും. കസ്റ്റമാക്കാൻ പറ്റും. നൈസ്. ആൻഡ് ഇവിടെ എക്സോസ്റ്റ് നോട്ട് വരും. ഓക്കെ, എക്സോസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് ഈ സൈഡിലാണ് അടിപൊളി. ഈ സൈഡിൽ എന്തൊക്കെയാണ്? ഡ്രാഗണിന്റെ ജസ്റ്റ്. ഓക്കെ. നൈസ്. ഇതിന്റെ മുകളിൽ ജസ്റ്റ് സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ, അതിന്റെ മുകളിൽ BPF ഒന്നും ഇല്ല. ഓക്കെ. അതിങ്ങനെ നമ്മൾ ഈ സൈഡ് തട്ടുന്നതനുസരിച്ച് ഇളകി പോകല്ലേ? അല്ല, അതിന്റെ മുകളിൽ എന്താ BPF ചെയ്യുന്ന അങ്ങനെ? ഇതാണ് ഇതിന്റെ സൈഡിലത്തെ പ്രൊഫൈല്. എന്തുകൊണ്ടാണ് ഫോർച്യൂണർ നേരത്തെ ഉള്ളായിരുന്ന പണിയാൻ വേണ്ടി എടുത്താണോ? പണിയാൻ വേണ്ടി എടുത്തതാ. അപ്പൊ ടൈപ്പ് 2 എടുത്തിട്ട് ഇത് ഡീസൽ മാനുവൽ. ഓക്കെ, മാപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് 1+. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എഞ്ചിൻ ഹുഡ് തുറന്ന് കാണിച്ചാൽ. ഹുഡ് പറഞ്ഞിട്ട് ഹുഡിന്റെ വിശേഷങ്ങൾ നോക്കാം. അതിനു മുമ്പ് എർട്ടിഗയുടെ ഹുഡിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞു. ഓക്കെ, ഇതിന്റെ ഹുഡിനകത്ത് എന്തൊക്കെയാണ്? നമ്മള് എയർ ഫിൽറ്റർ. ഓക്കെ. ഓക്കെ, അതൊരു ഓണാണ്.
ഇത് ഹോണാണല്ലേ? ഒന്ന് അടിച്ചു കേൾപ്പിക്കുമാരെങ്കിലും ഹോൺ. ഹോൺ അടിക്കാൻ ശുഷ്കാന്തി കാണിച്ച ഒരാൾ പോകുന്നുണ്ട്. ഓക്കെ, ഹോൺ. അയ്യോ, നൈസ് ഹോൺ. അത് കൊള്ളല്ലേ? ഇത് എയർ ഹോൺ ആണോ? ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, തന്നെ ചെയ്തിട്ടുള്ളൂ. ഓ, നൈസ് നൈസ്. ആ ഹോണിന് സ്വിച്ച് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? 2 ഹോൺ. ഓക്കെ, ഇതാണ് ഹുഡ് വൈസ് ആൻഡ് ഫോർച്യൂണറിന്റെ. ഇതെന്താ ഇത്? എന്ത് സംഭവം? ഇതൊന്ന് അടിച്ച് കാണിച്ച് കേക്കട്ടെ. അടുത്തത് കേക്കണല്ലേ? ഇച്ചിരി ദൂരത്തോട്ട് പറയിക്കാം. ആണല്ലേ? ഇത് ഊരിട്ടേക്കാണോ? ഓ, ആണല്ലേ? വെളിയിലോ? ഓ, ആണോ? ഓ ഗൈസ്, ഇതിന്റെ ഫ്രണ്ടിൽ സ്പീക്കർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വോക്കൽ വെളിയിൽ കേൾക്കാൻ പറ്റും. പാർട്ടിയൊക്കെ നടത്താൻ അപ്പോൾ ഇത് മതിയോ? എഞ്ചിൻ സൈഡ് വേറെ എന്തൊക്കെ എയർ ഫിൽറ്റർ മാറ്റിട്ടുണ്ട്. ഓക്കെ, പിന്നെ പപ്പട പട അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഹുഡിനകത്ത് വരുന്നത്. അത് കൊള്ളാം, അത് യൂണീക്കായിട്ട് എനിക്ക് തോന്നി. അത് സാധാരണ അങ്ങനെ ചുടുകൾ അങ്ങനെ ചെയ്തില്ല, പക്ഷേ നിങ്ങൾ വൈബ് അടിക്കാൻ പോകുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ? അതിൽ ട്രിപ്പൊക്കെ പോകുന്ന സ്ഥലത്ത് ബ്ലൂടൂത്ത് സ്പീക്കർ വേണ്ട, നത്തിങ് ഒന്നും വേണ്ട, വണ്ടി കൂടെ എടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക, പാട്ട് വെക്കുക, വൈബ് അടിക്കാം. അകത്ത് സൗണ്ട് സിസ്റ്റം അപ്പോൾ സബ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ടോ? സീറ്റ് അണ്ടർ സീറ്റ് ആണോ അതോ റോളാ? ഓക്കെ ഗൈസ്, ഒരു സാധനം കൂടെ നിങ്ങൾക്ക് മുകളിൽ നോക്കുമ്പോൾ ഒരു LED വോളും കൂടെ കാണാൻ സാധിക്കും, ഒരു പാനൽ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് കസ്റ്റമായിട്ട് ഇപ്പോൾ കണ്ണാണ് ഇട്ടേക്കുന്നത് ബേസിക്കലി. കണ്ടോ, ഇത് രാത്രിയിൽ നല്ലപോലെ അറിയത്തുള്ളൂ, നല്ല രസമായിരിക്കും അല്ലേ? അപ്പോൾ കസ്റ്റമായിട്ട് ഇടാൻ പറ്റും, ഇഷ്ടമുള്ള ഇടാൻ പറ്റും. ഓ, നൈസ് നൈസ്. അത് പൊളിച്ചു. ഗൈസ്, നമ്മൾ ഒരു വണ്ടിയും കൂടെ കാത്തിരിക്കുകയായിരുന്നു. ആ വണ്ടി താണ്ട് എത്തിയിരിക്കുകയാണ്. റെഡ് കളർ പോളോ. ഞാൻ വരുന്നില്ല ഇൻട്രോ എടുത്തത് ഞാൻ പോവാ. ഗൈസ്, നമുക്ക് ഓടി ആ പോളോയുടെ വിശേഷങ്ങളോടെ കാണിച്ചു തരാം. അത് കൊള്ളാം. നിങ്ങൾക്ക് പോളോ എടുത്തിട്ട് പണിയണമെന്നുണ്ടെങ്കിൽ ആ രീതി പണിഞ്ഞാൽ യൂണീക്ക് ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ ഇട്ടിട്ട് നമുക്ക് എടുക്കാം. നമ്മളിങ്ങനെ ഇട്ടിട്ടാണ്, ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി ഇത്ര നേരം ബ്ലോഗ് എടുത്തത്. അതെ ഓർഡർ ഞാനോ? ഓക്കെ, വണ്ടിയെ പറ്റി പറയൂ, കേൾക്കട്ടെ. എന്തൊക്കെയാണ് വണ്ടി ചെയ്തിരിക്കുന്നത്? വണ്ടിയിൽ മെയിനായിട്ട് ഹെഡ്ലൈറ്റ് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വീൽസ് ലെൻസോന് വീൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. എത്ര ഇഞ്ചാ? 17 ഇഞ്ചിന്റെ. ഓക്കെ, ഹെഡ്ലൈറ്റ് ടൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് 2 റീമാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളൊരു കസ്റ്റമായിട്ടുള്ള എയർ ഫിൽറ്റർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേണ്ടിയിട്ട് പെർഫോമൻസിന് വേണ്ടിയിട്ട്. ഓ, ലൈറ്റ് ഇവിടെ റെഡ് പീസ് വെച്ച് പെയിന്റ് അടിച്ചേക്കുവാണോ? അതെ. ഓ, ഓക്കെ. ആൻഡ് കാർബൺ ഫൈബറിൽ ലോഗോ മാറ്റിയിട്ടുണ്ട്. യെസ്. സസ്പെൻഷൻ മാറ്റിയിട്ടുണ്ടോ? കോയിലോവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ലോവറിങ്. ഓക്കെ, ഇത് ഒരു സ്ലീപ്പർ ബിൽഡ് ആണ്. പറയൂ. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ വണ്ടി പണിയുന്നവരല്ല ഇൻട്രോവേർട്ട് ആണോ? അല്ല, ഇവര് പെട്ടെന്ന് ഇങ്ങനെ എന്താണെന്ന് അറിയില്ലല്ലോ. നമ്മൾ വിളിച്ചു, പെട്ടെന്ന് വന്നു. ചായ കുടിക്കാൻ പോകുന്ന പോലെ വന്നു നോക്കുമ്പോ ഓക്കെ. സൈഡൊക്കെ പറയൂല്ലോ. ഇത് കാണുന്ന പോലെയല്ല, ഇത് ബോബിയുടെ ചെവിയൊക്കെ പോകും. ആണല്ലേ? അതാണ് ലുക്കിലെക്കാട്ടി കൂടുതൽ ഇവരുടെ വണ്ടിയിൽ വർക്ക് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഓ, ഓക്കെ. ഓട്ടോ ഷോ പോകുന്ന വണ്ടികളാണ്. ഓ, എക്സോസ്റ്റ് ആട്ടാ. എക്സോസ്റ്റിനെ പറ്റി പറ. സിസ്റ്റം വരുന്നത്. പിന്നെ ഗൺഷോട്ടാണ് വരുന്നത്. ഗൺഷോട്ട് അത്രയും അതുപോലെ എക്സ്പീരിയൻസ്. ഓക്കെ, ആൻഡ് ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ ജിറ്റിയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് ബ്രേക്ക് ലൈറ്റ് വരുന്നത്. ഓക്കെ, ഇനി എല്ലാവരും പറഞ്ഞു.
ലോവറിംഗ് ആണ് മെയിൻ. ഇപ്പൊ ഒരു സ്റ്റാൻഡ് ഫീൽ വരുന്നുണ്ട്. അതെ, ഇനി ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നത് വണ്ടി പൊട്ടിക്കുന്നതാണ്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. യെസ്, അവിടുന്ന് നമുക്ക് ഈ വണ്ടികളെല്ലാം ബേസിക്കലി പൊട്ടിക്കാനുള്ളതാണ്. ഇത് സോറി, ഓക്കെ, ഇതും അതും. അപ്പൊ പോളോയുടെയും എർട്ടിഗയുടെയും പടക്കം പൊട്ടിക്കൽ നമുക്ക് ഇനി കേൾക്കാം. ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും ഇവിടെ നിന്നോ, എനിക്ക് എല്ലാവരും റിയാക്ഷൻ എടുക്കുള്ളൂ. ഇവിടെ നിന്നു, അവിടെ നിന്ന്. അപ്പൊ നമ്മൾ അടുത്തതായി പടക്കം പൊട്ടിക്കലാണ് ആരംഭിക്കുന്നത്. എല്ലാവരും കൂട്ടം കൂടി നിൽക്കരുത്, സ്പ്ലിറ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ നിന്നോണം. ഓക്കെ, വേഗം ആയിക്കോട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് ലേശം പൊട്ടൽ കേൾക്കാം. ഓക്കെ, ബൈ. എല്ലാവരും എൻ്റെ പറയാം. ആദ്യം ഒന്ന് ചൂടാവണം അല്ലേ? നമുക്ക് ആദ്യം ഒന്ന് ചൂടാവണം ഗൈസ്, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി. ചൂടായി കഴിയുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും. വെള്ളം തിരി തുടങ്ങി. വടക്കം ഒന്ന് ഇതിനകത്താണ് സൗണ്ട് വരുന്നത്. ബേസിക്കലി ഒത്തിരി നമുക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എനിവേ, എന്തായാലും പറ്റുന്ന രീതിയിൽ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അത് കൊള്ളാം, പൊളി സാധനം. കാറ്റ്. എർട്ടിഗ പോവുകയാണ്. അയ്യോ, ഓക്കെ, നമുക്കിനി അടുത്ത പോളോ കേൾക്കാം. പോളോ. ഇനിയും ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് ഒരു കടയിലുണ്ട്. റെഡി. ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ട് എങ്ങനെയാ അപ്പൊ ശരി, കാണാം. ബൈ ബൈ. അപ്പൊ ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങാം. എങ്ങനെയുണ്ടായത് ഗൈസ്? നമുക്ക് അങ്ങനെ ഒത്തിരി നിൽക്കാൻ പറ്റത്തില്ല. കാര്യം ഓക്കെ, സ്നേഹമാണെങ്കിലും അവർക്ക് ശല്യമാവുന്ന രീതിയിൽ സൗണ്ട് വന്നാൽ പടിപാളും. അത് ഭയങ്കര ശല്യമാണ്. അതെ. ക്ലീൻ സൗണ്ട്. ഫോണല്ലോ പറയാൻ പറ്റില്ല. അതെ. അപ്പോൾ നമ്മളിനിയും അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോഴാണ് ഇവരെയൊക്കെ നേരിട്ട് കാണുന്നതും മെസ്സേജ് ചെയ്യുന്നതല്ലാതെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനിയും ഈ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് കുറേ അധികം വണ്ടികൾ ഇവരുടെ പക്കലുണ്ട് എന്ന് ഞാൻ അറിയാം. 8-10 വണ്ടികളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വ്ളോഗായിട്ട് കാർ മോഡിഫൈഡ് വീഡിയോ പോലെ ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. ഓരോ വണ്ടിക്കും, അതായത് യുണീക്കായിട്ട് ഏതൊക്കെ വണ്ടിയുണ്ടോ ആ വണ്ടിയുടെ ഡെഡിക്കേറ്റഡ് ഒരു വ്ളോഗ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേ? എന്നാണ് എൻ്റെ രസമുള്ളത്. ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ വ്ളോഗിൽ ഇങ്ങനെ ജസ്റ്റ് കണ്ടുപോയതല്ലേ ഉള്ളൂ. എനിവേ, ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഇനി നമ്മൾ ഷാനിൻ്റെ ജസ്റ്റ് കടയിൽ പോകുന്നു, വൈകുന്നേരം ടർഫ് കളിക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്യാവേ.